ബഹുമാനപ്പെട്ട സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നേതാവും മറ്റുള്ളവരും പ്രകടിപ്പിച്ച ഞാനും പങ്കുചേരുകയാണ്. സർ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം, വളരെ വേദനയോടുകൂടി എന്ന് പറയാനുള്ളത്, ഇനി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ച വിശദമായിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് റവന്യൂവും അതുപോലെ തന്നെ ദുരന്ത നിവാരണവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചെയ്യണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, സമാനതകളില്ലാത്ത ദുരന്തം, ആ സമാനതയില്ലാത്ത ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് പലരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. സർക്കാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ തന്നെ വ്യക്തികൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞങ്ങൾ പുനരധിവാസത്തിന് തയ്യാറാണ്, ഇന്നേ സ്ഥലം ഞങ്ങൾക്ക് തന്നാൽ അവിടെ വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. സർ, വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ തയ്യാറാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാവരുത് സർ. സർ, ഇവിടെ രമ സൂചിപ്പിച്ച പോലെ വിലങ്ങാട് പ്രശ്നം, വിലങ്ങാട് ഞങ്ങൾ തന്നെ പോയപ്പോൾ തന്നെ കണ്ടത് കാഴ്ച വളരെ വേദനാജനകമാണ്. മാത്യു മാസ്റ്ററെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് ഇടയിലാണ് സാർ അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒറ്റക്കാണ് അവിടെ താമസിക്കുന്നത്. മക്കളൊക്കെ തന്നെ പുറം സ്ഥലത്ത് ജോലിയിലാണ്, ഒറ്റക്കാണ് താമസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്തേ പറ്റൂ. അങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ഓരോരുത്തരെയും സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ടത് മാറും. ഞാൻ കൂടുതൽ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇവരുടെ കുടുംബാംഗങ്ങളെയും മരണപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്, ഒക്കെ തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയൊക്കെ തന്നെ അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു മന്ത്രിമാരും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവിടുത്തെ ആളുകളുടെ വേദന തീരണമെങ്കിൽ അവർക്ക് പുനരധിവാസം നിർബന്ധമാണ്. കേന്ദ്രത്തോട് പറഞ്ഞപ്പോൾ കേന്ദ്രം കൈമലർത്തുകയാണ് ചെയ്തത്. അതുപോരാ, നമ്മൾ ഒറ്റക്കെട്ടായി, ഈ നിയമസഭ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടണം സാർ. എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യണം. എല്ലാവരും അവിടെ കുടുംബം നഷ്ടപ്പെട്ടവരും അതുപോലെ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടവരും ഒക്കെ തന്നെ അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനും പങ്കുചേരുന്നു.